ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ ആയിട്ടല്ല വന്നേക്കുന്നത്. നന്നായിട്ട് തയ്ക്കാൻ അറിയാം, എന്നാൽ പുറത്ത് തയ്ച്ചു കൊടുക്കാൻ പേടിയാണ് എന്ന് പറയുന്നവർക്ക് ഒരു ആത്മധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട്, കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫുൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെയും എൻ്റെ എല്ലാ വീഡിയോസിന് താഴെയും വരുന്ന ഒരു കമൻറ്റാണ്, എനിക്ക് നന്നായിട്ട് തയ്ക്കാൻ അറിയാം, സ്വന്തമായിട്ട് വീട്ടിലുള്ളവരുടെയും കുട്ടികളുടെയും എൻ്റെയും എല്ലാം നല്ല പോലെ തയ്ക്കും. അത് കണ്ടിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട്, തയ്ച്ച് തരുമോ, മെറ്റീരിയൽ കൊണ്ടുവരാറുണ്ട്, നിങ്ങൾ ഇട്ട പോലെ തന്നെ തയ്ച്ചെന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. പക്ഷേ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അവരുടെ ഒന്നും വാങ്ങിക്കാറില്ല. അതുകൊണ്ട് അതിനെന്താ ചെയ്യേണ്ടത്, എങ്ങനെ ഇതൊന്ന് ഓവർകം ചെയ്യാന്നുള്ളത് കുറേ ആയിട്ട് കമൻറ്റിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സസിൽ കേൾക്കുന്ന പോലെ എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും നമുക്ക് പിന്തിരിയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ടാകും. അതിൽ കട്ടിങ് ഉണ്ട്, സ്റ്റിച്ചിങ് ഉണ്ട്, പാർട്സ് ജോയിനിങ് ചെയ്യുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഡൗട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുടെയും കൂടെ വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്ത് നമുക്കൊരു വരുമാനം നേടിയെടുക്കാൻ പറ്റുക എന്നുള്ളത്, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കാമെന്ന് ഒക്കെയുള്ള കുറച്ച് ടിപ്സാണ് ഞാനിതിൽ പറയുന്നത്. കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെയും നമുക്ക് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കുറേ ദിവസത്തെ അല്ലെങ്കിൽ കുറേ മാസങ്ങളുടെ ഗ്യാപ്പ് എടുത്തിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നവരൊക്കെ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ്, അർജൻറ്റായിട്ടുള്ള ഓർഡേഴ്സ് ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കുറേ അധികം സമയമെടുത്ത് നല്ല രീതിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന അധികം അർജൻ്റ് അല്ലാത്ത ഓർഡേഴ്സുകൾ ആദ്യം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലാതെ ഇന്ന് കൊണ്ടുവന്ന് തന്നിട്ട് നാളേക്ക് വേണം അല്ലെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞ് വേണം എന്ന് പറയുന്ന ഓർഡേഴ്സ് നിങ്ങൾ എടുക്കാതിരിക്കുക. അപ്പം നിങ്ങൾക്ക് അവർ തന്നേക്കുന്ന മോഡൽ തയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പെർഫെക്ഷനിൽ ആ ഒരു റെഡിമെയ്ഡിൻ്റെ രൂപത്തിൽ തയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര ദിവസം വേണം അത് ആലോചിച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്കിപ്പോൾ ചിലർക്ക് നെക്ക് കട്ട് ചെയ്യാനായിരിക്കും ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു പേടിയുള്ളത്. ചിലർക്ക് ആം ഹോളായിരിക്കും, ചിലർക്ക് ആ ആം ഹോളും ലൈനിങ്ങും ഒക്കെ ജോയിൻ ചെയ്യുന്നിടത്തായിരിക്കും ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാർട്ടിലാണോ ബുദ്ധിമുട്ട് വരുന്നത് ആ ഒരു ഏരിയയിൽ സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് മാത്രം ആദ്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആദ്യമേ തന്നെ പ്ലീറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സ് അതായത് ആം ഹോൾ ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത്, ആ ഒരു രീതിക്കുള്ള ഡിസൈൻസൊക്കെ നിങ്ങൾ ഓർഡേഴ്സ് എടുക്കാതിരിക്കുക. പിന്നെ നെക്ക് ചെയ്യുമ്പോൾ നെക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ക്യാൻവാസ് വെച്ചിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്കിപ്പോൾ ആ ഒരു നെക്ക് എനിക്ക് കുറേ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, വീട്ടിലുള്ളവർക്കും കുറേ ആ ഒരു ടൈപ്പ് നെക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ ഓർഡേഴ്സ് വരുമ്പോൾ ക്യാൻവാസ് വെക്കാതെ തയ്ക്കരുത്. ക്യാൻവാസ് വെച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം അവർ വഴിയായിരിക്കാം ഇനി നിങ്ങൾക്ക് കൂടുതൽ ഓർഡേഴ്സ് വരുന്നത്. അപ്പോൾ ആദ്യം അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾ ചെയ്യുന്നവർക്ക്, നിങ്ങൾ ആദ്യമായിട്ട് പുറത്ത് ചെയ്ത് കൊടുത്തവർക്ക് അയ്യോ ഇങ്ങനെയാണോ ഇവർ ചെയ്യുന്നത് എന്ന് ചോദിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ആ നെക്കൊക്കെ ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിലേക്ക് അയൺ ചെയ്തിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുത്ത് തയ്ക്കുന്നതിന് മുന്നേ പെർഫെക്റ്റായിട്ട് ഓരോ സെക്ഷനും അയൺ ചെയ്തിട്ട് ആ ഒരു ഏരിയ പുറത്ത് സ്റ്റിച്ച് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ തയ്ക്കുന്ന ഡ്രസ്സ് റെഡിമെയ്ഡ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം സമയമെടുത്ത് ഒരു പ്രൊഡക്റ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അതിന് മാക്സിമം സമയമെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ കുറേ ഗ്യാപ്പ് ഇട്ടിട്ട് ഓർഡേഴ്സ് എടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇതേവരെ ചെയ്യാത്ത മോഡൽസ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഓർഡറിന് എടുക്കരുത്. കാരണം നിങ്ങൾ ഇതേവരെ ചെയ്യാത്ത മോഡൽസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പേടി കൂടത്തേ ഉള്ളൂ. അയ്യോ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക, എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നൊക്കെയുള്ള പേടി കൂടത്തേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഹറിബറി ആയിട്ട് ആ ഒരു വർക്കിൽ നിങ്ങളുടെ പെർഫെക്ഷൻ കൊടുക്കുക,
സാധിക്കാതെ വരും. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഓർഡേഴ്സ് ഒറ്റയടിക്കെടുക്കാതെ ഒരെണ്ണം മാത്രം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ലൈനിങ് ഉള്ള അഥവാ ലൈനിങ് വെച്ച് തയ്ക്കേണ്ട ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈനിങ്ങിൽ നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ ചെയ്യാറ്. ലൈനിങ് മെറ്റീരിയലിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമ്മുടെ നല്ല മെറ്റീരിയലിൽ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല മെറ്റീരിയൽ കുറച്ചധികം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ സീം അലവൻസും കൂട്ടിയൊക്കെയാണ് നമ്മുടെ ലൈനിങ്ങിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്യുമ്പോൾ ആം ഹോളിൻ്റെ ഏരിയ, നമ്മുടെ ചെസ്റ്റിൻ്റെ ഏരിയയിലൊക്കെ കുറച്ച് അധികം വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ലൈനിങ്ങും നമ്മുടെ മെയിൻ ഫാബ്രിക്കും വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ സൈഡിൽ കൂടി ഇത് രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ട് മാത്രം ആ ഒരു എക്സ്ട്രാ ഉള്ള പോർഷൻസ് കട്ട് ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും, ഈ ലൈനിങ് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്ത ലൈനിങ് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൽ വെച്ച് സൈഡിൽ കൂടി നല്ല വൃത്തിക്ക് വെച്ചിട്ട് നിരത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അതായത് പിൻകുത്തി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാതെ ആ ഒരു ഏരിയ ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ മെയിൻ ഫാബ്രിക്കിൽ ആം ഹോളിൻ്റെ അവിടെയൊക്കെ വരുന്ന ചുളിവുകളും വേസ്റ്റിൻ്റെ അവിടെയൊക്കെ വരുന്ന വലിച്ചിലുകളൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. കാരണം ഈ ജോർജറ്റിൻ്റെ മെറ്റീരിയലൊക്കെയാണ് നിങ്ങളിപ്പോൾ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലൈനിങ് മെറ്റീരിയൽ അതേ അളവിൽ വെച്ച് ജോർജറ്റ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബിഗിനേഴ്സും കുറേ ഗ്യാപ്പിട്ട് തയ്ക്കുന്നവരൊക്കെ തയ്ക്കുമ്പോൾ അതിൽ ആ ഒരു വലിച്ചിലും ചുളിവും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് ഇടുമ്പോൾ ഉള്ളിലത്തെ ലൈനിങ് ടൈറ്റായിട്ടും അത് പെർഫെക്റ്റ് ആയിട്ടും പുറത്ത് അത് ചുളിവുകൾ തൂങ്ങിക്കിടക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ടുണ്ടാവും. ഉള്ളിലുള്ള ഫാബ്രിക്കിനെ കുറിച്ച് ആരും ബോധേഡായിട്ടുണ്ടാവില്ല. പുറത്ത് കാണുന്ന ലുക്കപ്പ് എങ്ങനെ ഉണ്ടാവും? ഒരു പെർഫെക്ഷനും ഇല്ലാതെ തയ്ച്ച പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ലൈനിങ് കട്ട് ചെയ്തിട്ട് മെയിൻ ഫാബ്രിക്കിൽ വെച്ച് അതിൻ്റെ ബോർഡറിൽ കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് മാത്രം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്ക് വൈഡായി പോകുക എന്നുള്ളൊരു പ്രശ്നം എല്ലാവർക്കും മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ ക്യാൻവാസ് വെച്ച് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമുക്കത് കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാലും ഒരു ഗ്യാപ്പിട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ബിഗിനേഴ്സ് ചെയ്യുമ്പോഴും ആ ഒരു നെക്ക് വിട്ട് കൂടിപ്പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് അങ്ങനത്തെ നെക്ക് കട്ട് ചെയ്യുമ്പോൾ വിട്ട് കൂടിപ്പോകും എന്ന് പേടിയുള്ളവർ ഇന്ന നെക്ക് കട്ട് ചെയ്യണം, അല്ല ഇന്ന നെക്ക് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തരണം എന്ന് പറയുന്ന ഓർഡേഴ്സ് എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡേഴ്സ് എടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി നെക്ക് വൈഡായി പോയിട്ടുണ്ടെങ്കിലും അവർ പ്രിഫറൻസ് തരാത്തത് കൊണ്ട് നിങ്ങൾക്കതിൻ്റെ ഏരിയാസിൽ എംബ്രോയ്ഡറിയോ പാച്ച് വർക്കോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് നെക്കിൻ്റെ വിട്ട് കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അല്ല റൗണ്ട് നെക്ക് ചെയ്തോ എന്ന് പറഞ്ഞാലും നമുക്ക് ഇച്ചിരി ഒരു വൈഡ് കൂടിയിട്ടുണ്ടെങ്കിൽ സൈഡിൽ കൂടി പൈപ്പിംഗ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നെക്ക് കട്ട് ചെയ്യാൻ പേടിയുള്ളവർ ഇപ്പോൾ ഇന്ന നെക്ക് ചെയ്യണം, അഥവാ ഈ ഒരു നെക്ക് ഡിസൈനിൽ എനിക്ക് ചെയ്ത് തരണം എന്ന് പറയുന്ന ഓർഡേഴ്സ് മാക്സിമം തുടക്കത്തിൽ എടുക്കാതിരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ ഉള്ളവരുടെ ഓർഡേഴ്സാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇൻ്റർലോക്കൊക്കെ ചെയ്യുന്നതിന് മുന്നേ അവരെ വിളിച്ചൊന്ന് അതൊന്ന് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് പറയുക. അപ്പോൾ അവർക്ക് എവിടെയൊക്കെയാണ് ലൂസാണോ ടൈറ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. അടുത്തുള്ളവരുടെ ആണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. ഇനിയിപ്പോൾ അടുത്തില്ല, അവർ ജസ്റ്റ് ഒരു മെഷർമെൻറ്റ് മാത്രമേ നമുക്ക് അയച്ചു തന്നിട്ടുള്ളൂ, അവരുടെ തയ്ച്ച് നമുക്ക് അയച്ചു കൊടുക്കാനുള്ളതാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അങ്ങനത്തെ ഓർഡേഴ്സ് തുടക്കത്തിൽ എടുക്കാതിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങളത് എടുത്തു പോയി അതിന് നിങ്ങൾക്ക് തയ്ച്ച് കൊടുത്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അവർ തന്ന അളവിനെക്കാളും ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് പുറത്തുകൂടെ സ്റ്റിച്ചും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അവർ തന്ന അളവിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പുറത്തുകൂടെ ഒരു 1/2 ഇഞ്ചും കൂടിയിട്ട് സ്റ്റിച്ച് ഇട്ടിട്ട് അവർക്ക് കൊറിയർ ചെയ്തോ അല്ലെങ്കിൽ അഡ്രസ്സിലേക്ക് എത്തിച്ചു കൊടുക്കാനോ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം അവർക്ക് കൊണ്ടുപോയിട്ട് എങ്ങാനോ ടൈറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പുറത്തുകൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് ജസ്റ്റ് ഒന്ന് അഴിച്ചെടുത്തിട്ട് വേറെയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ
പുറത്തൊക്കെ കൊടുക്കുക, ദൂരെയൊക്കെയുള്ള സ്ഥലത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ മാക്സിമം നമ്മൾ എല്ലാ ഫാബ്രിക്കിലും തയ്ച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്ച്ച് പഠിച്ചിട്ട് അല്ലെങ്കിൽ തയ്ച്ചിട്ട് മാത്രം പുറത്തുള്ളവരുടേത് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി അത് പേടിയാണ്, പക്ഷെ ഞാൻ 10-12 വർഷമായിട്ട് തയ്ക്കുന്നതാണ്, എനിക്ക് നല്ല പോലെ തയ്ക്കാൻ അറിയാം, പക്ഷെ പുറത്ത് തയ്ച്ച് കൊടുക്കാനുള്ള പേടി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. മാത്രമല്ല നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നിങ്ങളിപ്പോൾ 10-12 വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോഴെങ്കിലും നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ പുറത്തേക്ക് കൊടുക്കാനുള്ളതാണ് എന്ന് വിചാരിച്ചിട്ട് അത് തയ്ച്ചെടുക്കാൻ നോക്കുക. അങ്ങനെ 2-3 തയ്ച്ചെടുക്കുമ്പോഴത്തേനും തന്നെ നിങ്ങൾക്ക് പുറത്തേക്ക് തയ്ച്ച് കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. കാരണം നമുക്ക് തയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇൻ്റർലോക്ക് ചെയ്യത്തില്ല, നെക്കിച്ചിരി വൈഡാണെങ്കിൽ അത് കുഴപ്പമില്ല ഞാനല്ലേ ഇടുന്നത് എന്നുള്ള ഒരു മെൻറ്റാലിറ്റി മാറ്റിയിട്ട് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡ്രസ്സ് നിങ്ങൾ പുറത്തേക്ക് തയ്ച്ച് കൊടുക്കാനുള്ളതാണ്, അത് തയ്ച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് പൈസ കിട്ടാനെന്നുള്ള ആ ഒരു ബോധ്യത്തോടെ ഒരു 2-3 ഡ്രസ്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പുറത്തേക്ക് തയ്ച്ച് കൊടുക്കാനുള്ള ആ ഒരു പേടി നിങ്ങൾക്ക് മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ ഉപകാരപ്പെടുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങളൊന്ന് തയ്ച്ച് നോക്കുക. തയ്ച്ച് നോക്കിയിട്ട് താഴത്ത് വന്നൊന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് തയ്ച്ചിട്ട് എനിക്ക് നല്ല ഒരു മാറ്റം വന്നിട്ടുണ്ട്, ഞാൻ പുറത്ത് തയ്ച്ച് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഗിവ് അവേസ് ഒക്കെ നടക്കുന്നുണ്ട്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊന്നല്ല എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.